ഞാൻ മീഷോയിൽ നിന്ന് ആദ്യം എടുത്തിട്ടുള്ള ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് കുർത്തിന്റെ കാര്യം. ഇതാണ് ആ ബ്ലാക്ക് കുർത്തി. ഇതിപ്പോ ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടാ, കുറെ കാലമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഹായ് നമസ്കാരം. നമ്മൾ എല്ലാവരും കൂടുതൽ പേരും ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരല്ല. ഡ്രസ്സായിട്ടും കോസ്മെറ്റിക്സ് ആയിട്ടും അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പോൾ സാധാരണക്കാരല്ല കുറെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മീഷോയിലാണ്. മീഷോയിൽ സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ വില കുറവിൽ കുറെ സാധനങ്ങൾ ഉണ്ട് എന്ന് കേട്ടിട്ട് ഞാൻ മീഷോയിൽ അധികം ഒന്നും പർച്ചേസ് ചെയ്തിട്ട് ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്യാറുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇത് ഫ്ലിപ്കാർട്ടിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു വീഡിയോ ഒന്നല്ല കേട്ടോ. അപ്പൊ ഞാൻ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ട് ആയതുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ പറഞ്ഞു, അത്രേ ഉള്ളൂ. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ മീഷോയിൽ നിന്ന് ഒറ്റ ഒരെണ്ണം മാത്രമേ ഞാൻ മുന്നിൽ പർച്ചേസ് ചെയ്ത ടോപ്പ്. അല്ലാത്ത പക്ഷം ഞാൻ ഓൺലൈനിൽ നിന്ന് കുറേ സാധനങ്ങൾ എടുക്കാറുണ്ട്. കുറേയൊക്കെ വീഡിയോ ആയിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡ്രസ്സ് എടുത്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അതിൽ തർക്കമൊന്നും. ഇപ്പൊ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണല്ലോ. ഒരിക്കലും മാത്രമല്ല നമ്മൾ ഡെയിലി ഇപ്പൊ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കടയിൽ നിൽക്കണതാണ്. അപ്പോൾ ഡെയിലി ഡ്രസ്സ് ആവശ്യവും. നമ്മൾ ഒരേ ഡ്രസ്സ് ഒരേ ടോപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു 3-4 പ്രാവശ്യം അല്ലെങ്കിൽ 5-6 പ്രാവശ്യം ഇട്ട് കഴിയുന്ന സമയത്ത് നമ്മൾ വാഷ് ചെയ്യല്ലോ. വാഷ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഒരു കളറും തിളക്കൊക്കെ അങ്ങനെ മങ്ങി പോവാറുണ്ട്. അപ്പൊ വീണ്ടും ഡ്രസ്സ് എടുക്കും. ഞാൻ എടുക്കുമ്പം ഏറ്റവും കുറഞ്ഞ പ്രൈസിലുള്ള ഡ്രസ്സാണ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ഡെയിലി വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പം നല്ല വിലയുള്ള എടുത്തു കഴിഞ്ഞാല് ബുദ്ധിമുട്ടാണ്. ഞാൻ മീഷോയിൽ നിന്ന് ഡ്രസ്സ് എടുക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീഷോനെ കുറിച്ചിട്ട് കേൾക്കുന്ന കിംവദന്തിയാണോ അതോ ഉള്ളതാണോ ഒന്നും എനിക്കറിയില്ല. അവിടെ പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോ വേറെയുള്ള സൈറ്റുകളിലൊക്കെ കാണിക്കുന്ന അതേ മോഡല് മീഷോയിൽ കാണിച്ചിട്ട് അതിന്റെ കോപ്പി, അതുപോലെ ഡ്രസ്സ് മെറ്റീരിയൽ മാറ്റിയിട്ട് ഏറ്റവും ലോ ക്വാളിറ്റി മെറ്റീരിയലൊക്കെയാണ് മീഷോയിൽ നിന്ന് പ്രോഡക്റ്റ് കിട്ടുന്നത് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പൊ ഞാൻ അതിന് എടുത്തിട്ട് കഴിഞ്ഞ വർഷം ആകെ ഒറ്റ ഒരു ടോപ്പ് മാത്രമേ ഒരു കുർത്തി അതാണ് ഞാൻ എടുത്തത്. അല്ലാതെ അതിനുശേഷം ഒരു മുമ്പ് ഞാൻ എടുത്തത് ഒരു ബ്ലാക്ക് കുർത്തിയായിരുന്നു, കോട്ടന്റെ കുർത്തിയായിരുന്നു. അപ്പൊ അത് ഏറ്റവും കുറഞ്ഞ പ്രൈസിന് 279 അങ്ങനെ എങ്ങാണ്ടായത് പ്രൈസ്. അപ്പൊ ഞാൻ അങ്ങനെ എടുത്തതെന്നാണ്. കാരണം നമ്മള് അത്യാവശ്യം നല്ല വിലയുള്ള എടുത്തിട്ട് പിന്നെ പണി കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ ആ സംഭവം കാണിച്ചു തരാം. അതിന് മുന്നേ ഞാനിപ്പോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു ടോപ്പ്, ഒരു ഫുൾ സെറ്റ് ടോപ്പ്, അതുപോലെ നമ്മളെ മറ്റേ ബനാറസ് അല്ല സറാറ ടൈപ്പ് ആ വീതിയിൽ കിടക്കുന്ന പാന്റ് ഉണ്ടല്ലോ, അതുള്ള ഷോളുള്ള ഒരു സെറ്റാണ്. എനിക്ക് അങ്ങനത്തെ ഇടാൻ വേണ്ടി നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്കിലാണ്. ബ്ലാക്ക് പറയുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറ് ബ്ലാക്ക് ആണ്. പക്ഷെ ബ്ലാക്ക് ഒരു കാലത്ത് ബ്ലാക്ക് മാത്രമായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച കാരണം കൊണ്ട് പിന്നീട് ഒന്ന് മാറ്റി പിടിക്കാൻ പിന്നെ കളേഴ്സ് അങ്ങനെ പലതും ഉപയോഗിച്ചു. പിന്നെ ബ്ലാക്ക് തീരെ ഇല്ലാണ്ടായി. അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ ബ്ലാക്കിലേക്ക് കുറെ കാലത്തിന് ശേഷം സാധനം എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതൊരു സംഭവം. ഇത് ടോപ്പാണ്. ഇത് സ്ലീവ് ഇതാ അത്യാവശ്യം പോലത്തെ സ്ലീവ് ഒക്കെ ഉണ്ട്. ഇതിന്റെ ഇത് മറ്റേ പ്രിന്റ് ആണ്, ഗോൾഡൻ ആ ഒരു പ്രിന്റ് ആണ്. ഇത് കുറച്ച് വാഷ് ചെയ്താൽ പോവായിരിക്കും. ക്ലോത്ത് മറ്റേ റയോൺ മിക്സ് ആയിട്ടുള്ള ക്ലോത്ത് ആണ്. കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ്. പക്ഷെ ടൈറ്റ് ആവാൻ സാധ്യത ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ പാന്റ് ഇതാ ഇങ്ങനെയുള്ള ഈ ഒരു ടൈപ്പ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല. ഫസ്റ്റ് ടൈം ഞാൻ എടുക്കണേണ് കേട്ടോ. ഞാൻ വേറൊരു സംഭവം ഒരു വൈറ്റും റെഡും കൂടി എടുക്കാണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എടുത്തില്ല. ഇത് കണ്ടപ്പം ഇതങ്ങനെ ഇഷ്ടമായി. അപ്പൊ ഇതെടുത്ത് ഇതിന് ഷോള് വരുന്നത് കണ്ടില്ലേ. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് ഈ സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയാൻ കാരണം ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത് 454 രൂപയാണ്. വളരെ കുറഞ്ഞ പ്രൈസ്, അതായത് ഫുൾ സെറ്റ് ആണ്. അപ്പൊ ആ ഒരു പ്രൈസ് എനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. അപ്പൊ അങ്ങനെ എടുത്തിട്ടുള്ള ഒരു സംഭവമാണിത്. അതിൽ പറയുന്ന നെഗറ്റീവ് വശം എന്ന് പറയുന്നത് അവര് ഡിസ്ക്രിപ്ഷനിൽ ഇപ്പൊ നമ്മൾക്ക് വേണ്ടുന്ന സൈസ് ആണ് നമ്മൾ വാങ്ങിക്കുക. നമ്മള് ഓൺലൈനിൽ നമ്മൾ ചൂസ് ചെയ്യലില്ല. അപ്പോൾ എക്സല്, അതായത് നമ്മൾ ഏത് സൈസാണോ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അതിനേക്കാളും നേരെ സൈസ് കൂടിയത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത്. കാരണം ആ സൈസിനേക്കാളും നമ്മൾ യൂസ് ചെയ്യുന്ന സൈസിനേക്കാളും, അതായത് ഇപ്പോൾ നമ്മൾ എക്സൽ സൈസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ആള് ഡബിൾ എക്സൽ സൈസ് വേണം അതിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് എക്സൽ സൈസ് നമ്മൾ പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീതി കുറയുന്നതാണ്. എക്സൽ ഉണ്ടാവില്ല, അതിന് കുറയുന്നു. അപ്പൊ നമുക്ക് ടൈറ്റ് നമുക്ക് കൊള്ളില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ പോയി പോകില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ എനിക്ക് എക്സലാണ് ഞാൻ എടുക്കാറുള്ളത്. ഒന്നും കൂടെ ഷേപ്പ് ചെയ്യാനാണ്. അപ്പൊ എക്സല് ലാർജ് കൊള്ളൂല്ല, എക്സല് കൂടുതൽ
അങ്ങനെ ഒരു ബോഡി ഷേപ്പാണ് ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എക്സലിന് പകരം ഡബിൾ എക്സൽ എടുത്തു. ഡബിൾ എക്സൽ എടുത്തപ്പം വൻ വീതിയായി പോയി. ഓ, ഇത് വാഷ് ചെയ്താലേ മിക്കവാറും ടൈറ്റ് ആവും കേട്ടോ, ഒന്നും കൂടെ ചുരുങ്ങും, അതിനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോ ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ഡബിൾ എക്സലിന്റെ രീതി ഉണ്ട്. ആ ഒരു അവര് പറഞ്ഞിട്ടുള്ള ആ ഒരു കാൽക്കുലേഷൻ തെറ്റാണ്. അപ്പോ മീഷോന്റെ കാര്യം അല്ല, ഞാൻ മീഷോയിൽ നിന്ന് ആദ്യം എടുത്തിട്ടുള്ള ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് കുർത്തിന്റെ കാര്യം. ഇതാണ് ആ ബ്ലാക്ക് കുർത്തി. ഇതിപ്പോ ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടാ, കുറെ കാലമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ, മീഷോയിലും ഫ്ലിപ്കാർട്ടിലും എല്ലായിടത്തും ഉണ്ട്. ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ക്വാളിറ്റി കുറവ് തന്നെയാണ്. ഇത് പക്ക കോട്ടൺ ആണ്. അപ്പൊ ഇട്ട് 2 വാഷ് കഴിഞ്ഞപ്പോ തന്നെ തുണി നരച്ചു പോയി. അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് ഇതിന് വന്നത്. പക്ഷെ ഇത് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിന്റെ കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ടും ബ്ലാക്ക് ആയതുകൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനാണ്. നിങ്ങളൊക്കെ ഏത് സൈറ്റാണ് യൂസ് ചെയ്യാറുള്ളത്? മറ്റേ ഫ്ലിപ്കാർട്ടാണോ മീഷോ ആണോ? മീഷോ ആണ് കൂടുതൽ പേരും ഉപയോഗിക്കുന്നത്. സാധനങ്ങൾ വാങ്ങിക്കാനും പ്രൊഡക്റ്റ് എടുക്കാനൊക്കെ ഉപയോഗിക്കുന്നത് മീഷോ ആണെന്ന് അറിയാം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് എടുക്കാറുള്ളത്. അപ്പൊ ഞാൻ പുതിയ വാങ്ങിച്ചിട്ടുള്ള ഇതാണ് ക്യാൻസൽ ചെയ്തത്. ഇപ്പൊ എന്തായാലും ഒന്ന് ടൈറ്റ് ഒക്കെ കഴിഞ്ഞാൽ സംഭവം ഉഷാറാവും. അപ്പൊ ഇത്രയൊക്കെ ഉള്ള വീഡിയോ. ഞാൻ വാങ്ങിക്കുന്നത് ഏതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ് ഇത്. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്ത് വിൽക്കൊള്ളിട്ടാ. ഓക്കെ, ബൈ.